ഇത് രണ്ടും തമ്മിൽ എന്താണെന്ന് മയിൽപ്പീലി കലാപത്തിലെയും കലഹിക്കലും എന്താ ബന്ധം? നിങ്ങൾ നോക്കിയാൽ ആ മയിൽപ്പീലി എടുക്കുമ്പോൾ എന്തൊരു ശരി കലാപം തന്നെയാണ് നടക്കുന്നത്. ഒന്ന് മറ്റൊന്ന് മത്സരിക്കുന്നത് അതിൽ നിന്നിട്ട് ഭംഗിയാണ് അതിനുണ്ടാകുന്നത്. ആ കലാപം കൊണ്ട് അതിന് ഭംഗി കൂടുതലാണ് ചെയ്യുന്നത്. അത് തന്നെയായിരിക്കണം നമ്മുടെ കലാപത്തിൻ്റെയും ലക്ഷ്യം. കലാപം ഒരിക്കലും മറ്റൊന്നിനെ നശിപ്പിക്കാനോ തോൽപ്പിക്കാനോ ആവരുത്. അത് നമുക്ക് വളരാനും മറ്റൊരു വളർത്താനും വേണ്ടിയിട്ടുള്ള ഒരു കലാപം അതിന് തയ്യാറായ ആവണം. അതാണ് ഈ കൊച്ചു ദിനാലയങ്ങളുടെ ഉദ്ദേശം. ഇതുവരെ അവർ സാധിച്ചും അതാണ്. ഇവിടെ കണ്ണൂരിൽ കൊണ്ടുവന്നത് നേരത്തെ പുതിയ പോകുന്ന കാര്യമാണ്. ഒരു തരത്തിൽ കലയുടെ തലസ്ഥാനം, കേരള കലകളുടെ തലസ്ഥാനം ആയിരുന്നു ആണെന്ന് പറയാൻ ആയിരുന്നു കണ്ണൂരിൽ. അവിടെ അംഗീകാരം കിട്ടിയാൽ തിരുവനന്തപുരത്ത് പത്മനാഭ സംരക്ഷണ എല്ലാ ദിക്കിലും അംഗീകരിക്കണം. അതേസമയത്ത് അവിടുത്തെ കിട്ടിയത് ഇവിടെ അംഗീകരിച്ചോണമെന്നില്ല എന്നല്ല. അത് അഴിച്ചു വെച്ചാൽ മതി പോകാൻ പാടും. കാരണം ഇത്രയും വ്യക്തമായിട്ട് ഇന്നത്തെ കാലത്ത് അംഗീകാരങ്ങൾ കൊടുക്കുന്നത് വെറുതെ ഉള്ള തരത്തിലുള്ള അംഗീകാരങ്ങളല്ല, പ്രത്യേകിച്ചുള്ള പേഴ്സണൽ ഇൻഫ്ലുവൻസ് അല്ല. ആ കലാകാരന്റെ കഴിവിന്റെ മാക്സിമം വിറച്ച് ആ ഒരക്കലിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച കലാകാരന്മാർക്ക് മാത്രമേ പെരിഞ്ചൽ നിന്നും അംഗീകാരം കിട്ടുള്ളൂ. അപ്പോൾ ആ പെരിഞ്ചൽ ഈ തലപ്പുറത്ത് കണ്ണൂരിന്റെ ഒരു വളരെ അടുത്ത സ്ഥലം, കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തിൽ ഇവിടെ പിന്നാലെ സംഘടിപ്പിക്കുന്നത് തികച്ചും ഔദ്യോഗികം തന്നെയാണെന്ന് പറയാം. പിന്നെ ഇന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത് കൂടിയാട്ടത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഭാരതത്തിലെ നാട്യ പരമ്പരയിലെ സംസ്കൃത നാടകത്തിന്റെ ഏതാണ്ട് 2500 വർഷം പഴക്കമുള്ള പാരമ്പര്യത്തിന്റെ ഇന്ന് അവശേഷിക്കുന്ന ഒരേ ഒരു കലാരൂപമാണ് കൂടിയാട്ടം. അതിന്റെ ജന്മസ്ഥലം കാശ്മീരോ അല്ലെങ്കിൽ ബനാറസോ ഉജ്ജയിനോ ഒക്കെ ആയിരുന്നു. പക്ഷെ അവിടെ പിന്നെ അന്വേഷിച്ചാൽ ഇന്നൊരിക്കൽ ഞാൻ പോയിട്ടുണ്ട്. അവർക്ക് സംസ്കൃതത്തെ പറ്റി വലിയ ധാരണയില്ല. അവിടെ അവർക്ക് പറയാം എന്നല്ലാതെ അവിടെ അതിനൊന്നും ബാക്കിയില്ല. കേരളത്തിലാണ് നമ്മുടെ ഭാഗ്യമുണ്ടോ, നമ്മുടെ കഴിവുണ്ടോ, ഭാഗ്യം മാത്രമല്ല കേരളത്തിന്റെ കഴിവാണ്. കേരളത്തിന് ഭൂപ്രകൃതി നോക്കും, ഒരുപാട് ഉയർന്ന പശ്ചിമഘട്ടം, മറുഭാഗത്ത് പരന്ന അറബിക്കടൽ. ഇവിടെ എത്തിപ്പെടുക എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടാൽ മാത്രമേ ഇവിടെ എത്തുള്ളൂ. പിന്നെ എത്തിയാലോ പോവാൻ പ്രയാസമാണ്. അവൾ കൈകൂടെ നിർത്തി. അതുകൊണ്ട് ഭാരതത്തിലെ പല സംസ്കാര പാരമ്പര്യം കേരളത്തിലാണ് സൂക്ഷിക്കപ്പെട്ടത്. ഞാൻ വളരെ ശരിയാണെന്നറിയില്ല. അഭിനവ ഭാരതിയുടെ ആദ്യ കയ്യെഴുത്ത് പ്രതി കിട്ടിയ തിരുവനന്തപുരത്തായിരുന്നു. കാശ്മീരിൽ അദ്ദേഹം ഗ്രഹിച്ച ആ ഗ്രന്ഥത്തിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയിട്ടുള്ളത് തിരുവനന്തപുരത്താണെന്ന് കേട്ടിട്ട് സത്യം അന്വേഷിക്കുന്നവർക്ക് ഞാൻ കേട്ട കഥയാണ് പറയുന്നത്. അപ്പോൾ ആ 2500 വർഷം മുമ്പെയുള്ള, പക്ഷെ അന്ന് കേരളം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിന്റെ കഥ 2000 മുമ്പ് കേരളം സംശയമാണ്. ഇന്നല്ല, കേരളത്തിലെ സംസ്കാരത്തിന്റെ ചരിത്രം പറഞ്ഞാൽ അത്രയധികം നമുക്ക് അവകാശപ്പെടാൻ നിവൃത്തിയില്ല. എന്നാൽ ഈ സംസ്കൃത നാടകം കേരളത്തിൽ ഏകദേശം 1000 വർഷം പിന്നെ ഞാൻ എന്റെ അറിവിൽ കേരളത്തിൽ നിലനിന്ന് പറയുന്നത് തോലനോ അല്ലെങ്കിൽ രാജാവ് ഈ കൂടിയാട്ടം സംസ്കൃത നാടകം കേരളത്തിൽ ഉണ്ടാക്കിയത് ഏകദേശം 1000 വർഷം മുമ്പാണ്. കുലശേഖരവർമ്മ അദ്ദേഹമാണ് കുലശേഖരവർമ്മയും പിന്നെ തോലൻ ആണ് ഈ കൂടിയാട്ടത്തിന്റെ ഇന്നത്തെ രൂപം ഉണ്ടാക്കുന്ന
സംസ്കൃത നാടകത്തിന് പ്രാകൃതം ദേശീയ അവരോട് തദ്ദേശീയമായിട്ടുള്ള ഭാഷകളെ കുറിച്ച് ആ ഒരു സമ്പ്രദായത്തിൽ തോലനാണ് ഈ സംസ്കൃത നാടകത്തിൽ മലയാളം ആവാം ഈ നാട്ടിലെ ഭാഷയാണ് എന്ന് പറഞ്ഞ വിദൂഷനെ ഈ തോലിനും ഒരു വിദൂഷനായിരുന്നാണ് കേട്ടത്. പനസി ദശായാം വാശി ഒക്കെ അദ്ദേഹത്തിന്റെ തമാശകളിൽ പെട്ടാണത്. പനസി ദശായാം വാശി ശക്തി വക്താരത്തിൽ കയറി അർത്ഥം. ഇങ്ങനെയുള്ള തമാശകൾക്ക് ഒരാളാണ് ഈ തോലൻ. അപ്പൊ അന്നത്തെ 1000 വർഷത്തോളം പഴക്കമുള്ള ആ സംസ്കൃത നാടകത്തിന്റെ വലിയ മാറ്റങ്ങളും വരാത്ത എന്നാൽ കാലോചിതമായ മാറ്റങ്ങൾക്ക് കൂടിയതാണ് ഇന്ന് നമുക്ക് കാണുന്ന കൂടിയാട്ടം. സംസ്കൃത നാടകമാണ്. അതിൽ അത്യാവശ്യം സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വിദൂഷൻ മലയാളത്തിൽ പരിഭാഷകളില്ലെങ്കിൽ അതിന്റെ വിവരണം ഉപയോക്താവ് ചെയ്യും. പിന്നെ ബാക്കി അഭിനയിക്കും. പിന്നെ ഈ കൂടിയാട്ടത്തിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിൽ ഒരിക്കലെങ്കിലും എന്റെ വലിയ അനുഭവത്തിൽ പറയാണ് 4 അഭിനയമാണ് നാട്യത്തിനുള്ളത്. ആംഗികം, അംഗപ്രത്യം പൂർവാംഗങ്ങളെ കൊണ്ടുള്ള ആംഗികം, വാചികം, വാക്ക്, ശൈലീകൃതമായ ഭാഷ. അതാണ് സാധാരണ പറയുമ്പോൾ പറയാൻ നാട്ടിലാകുമ്പോൾ ശൈലീകൃതമായ ഭാഷ, ആംഗികം, വാചികം, ആഹാരം, വേഷഭൂഷകളും അംഗരചനയും ഉൾപ്പെടുകയാണ്. പിന്നെ സാത്വികം, സാധാരണ ഒരു നടന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഭാവം പ്രകടനമാണ് സാത്വികം. എന്നാൽ ഈ 4 അഭിനയവും തുല്യ പ്രാധാന്യത്തോടുകൂടി ഉള്ള ഒരു കലാരൂപമാണ് കൂടിയാട്ടം. അപ്പൊ സാത്വികത്തെ കഴിയുമ്പോൾ ഒരു വാക്കുകൾ പറയണം. സാത്വികം നടന്റെ ഉള്ളിലുള്ള നടന്റെ ഭാവമല്ല. നടൻ നമ്മളെപ്പോലുള്ള ഒരാളാണ്. അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രം ചിലപ്പോൾ രാവണനോ ചിലപ്പോൾ സൂർപ്പണക്കയോ ശ്രീരാമനോ ഹനുമാനോ ഒക്കെ ആവും. അപ്പോൾ ഈ നടന്റെ ഭാവം ആണ് അവതരിപ്പിക്കുന്നത് ശരിയാവാനായിക്കോളുന്നില്ല. കാരണം നടന്റെ ഭാവമല്ല, ആ കഥാപാത്രത്തിന്റെ ഭാവമാണ്. അപ്പോൾ നടൻ ആ കഥാപാത്രവുമായി തന്മയത്വം പ്രാപിച്ച് ആ കഥാപാത്രത്തിന്റെ ഭാവം തന്നെ കൂടി പ്രേക്ഷകരിൽ ഇത് യഥാർത്ഥ ഹനുമാനാണ്, അല്ലെങ്കിൽ യഥാർത്ഥ രാവണനാണ്, യഥാർത്ഥ സീതയാണ് എന്ന് പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്നതാണ് സാത്വിക അഭിനയം. അല്ല, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഈ നടൻ സാധാരണ നാടകത്തിലെ പോലെയല്ല. കൂടിയാട്ടോ അല്ലെങ്കിൽ കഥകളിൽ വരുന്ന അഭിനയത്തിന് ഇതിന്റെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ പുരാണത്തിലെ കഥ, ആ പുരാണത്തിലെ കഥ ഈ ആവശ്യത്തിന് കൂടിയാട്ടത്തിനാണെങ്കിൽ ശക്തപത്തിനും അവരെ കുറിച്ച് എഴുതിയിട്ടുള്ളത് അത് തന്നെ ഗുരുനാഥൻ പഠിപ്പിച്ചു, ചിത്രപ്പെടുത്തി പഠിപ്പിച്ചത് അതിൽ അറിവിൽ കൂട്ടി നടനിൽ നിന്ന് ആണ് ആസ്വാദനയിലേക്ക് വരുന്നത്. അപ്പോൾ പല തലമുറകൾ മാറിയാലും ഈ കഥാപാത്രത്തിന്റെ ഭാവം അർത്ഥമായിരിക്കണം, ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന്റെ ഭാരതത്തിലുള്ള ഭാവം സാർവലൗകികമാണ്. എല്ലാവരിലും ഒപ്പമുള്ള ഒരു ഭാവം സാമാന്യീകരണം. ആ സാമാന്യീകരണമാണ് ഒരു ഭാവത്തിന്റെ രസസ്ഫൂർത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് കഥകളിയിലോ അല്ലെങ്കിൽ കൂടിയാട്ടത്തിലോ ഒരു ഭാവം ഉപയോഗിച്ച് അത് ആസ്വാദകന് രസസ്ഫൂർത്തി അനുഭൂതി ഉണ്ടാക്കും. ഈ രസാനുഭൂതി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ അനുഭവമല്ല, അതിനും അലൗകികമാണ് ഈ രസാനുഭൂതി എന്നാണ്. സാധാരണ അനുഭവം അത് അപ്പോൾ കഴിയും. ഈ രസാനുഭവമാണെങ്കിൽ അത് ഇന്നും അത് ആ ആസ്വാദകങ്ങളിൽ അവരുടെ മനസ്സിൽ അതിന് പിന്നെ സ്വാധീനം ഉണ്ടാവും. അത് അവനും അവന്റെ ചുറ്റുപാടുള്ളവർക്ക് നല്ല കാര്യം. സാധാരണ നിലവിൽ നിന്നും ഒരു തല മുകളിലാണ് രസാസ്വാദനം. അതാണ് സത്വോദ്രേക